ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ഫാദർ എന്നാണ്. അതെ, കുടുംബത്തിന്റെ തലവൻ അപ്പനാണെങ്കിൽ കത്തോലിക്ക സഭ എന്ന വലിയ കുടുംബത്തിന്റെ കാരണവർ ആരായിരിക്കും? ഒരുപാട് അംഗങ്ങളുള്ള, പാൽ കുടിക്കുന്ന കുഞ്ഞു മുതൽ തലനരച്ച വൃദ്ധർ വരെയുള്ള വലിയൊരു കുടുംബമായ കത്തോലിക്ക കുടുംബത്തിന്റെ കാരണവർ പോപ്പ്. പാപ്പ എന്നും മാർപ്പാപ്പ എന്നും നാം അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ വിളിക്കുന്നു. കത്തോലിക്ക സഭയുടെ അപ്പൻ മുഖമാണ് മാർപ്പാപ്പ. മക്കളെ വഴി നയിക്കുകയും വഴി പറഞ്ഞു കൊടുക്കുകയും തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന നല്ല അപ്പൻ. നമ്മുടെയെല്ലാം ജീവിതങ്ങളുടെ മീതെ ആ അപ്പന്റെ ആശീർവാദ മുദ്രയുണ്ട്. ഇന്നത്തെ വാച്ച് ആൻഡ് പ്രേ പേപ്പസിയെ കുറിച്ചുള്ളതാണ്. പേപ്പസിയുടെ ചരിത്ര വഴികളിലൂടെ ചരിത്രം രചിച്ച മാർപ്പാപ്പമാരിലൂടെ നമുക്കിപ്പോൾ കടന്നു പോകാം. കുടുംബത്തിന്റെ തലവന് വേണ്ടി, കുടുംബം നയിക്കുന്ന ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. കാരണം നമ്മുടെ ആശ്രയവും സുരക്ഷിതത്വവും ആ ചിറകിൻ കീഴിലാണ്. അതുകൊണ്ട് പേപ്പസി എന്ന വ്യവസ്ഥിതിയുടെ ഉറപ്പിനും സുസ്ഥിരതയ്ക്കും വേണ്ടി കാലാകാലങ്ങളിൽ നിലനിന്നു പോരുന്ന പേപ്പസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനൊരുങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും വാച്ച് ആൻഡ് പ്രേയിലേക്ക് സ്വാഗതം. മാർപ്പാപ്പ എന്നത് പരിശുദ്ധ പാപ്പ അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് എന്നീ അർത്ഥങ്ങളിൽ മാർ, പാപ്പ എന്നീ പദങ്ങളുടെ സംയോജിത രൂപമാണ്. മാർ എന്ന പദം സുറിയാനിയിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. പാപ്പ എന്ന വാക്ക് പിതാവ് എന്നർത്ഥമുള്ള ലത്തീൻ പദത്തിൽ നിന്ന് രൂപമെടുത്തതാണ്. പോപ്പ് എന്നാൽ പിതാവ് എന്നാണ് അർത്ഥം. റോമൻ കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യൻ, സഭയുടെയും വത്തിക്കാൻ രാഷ്ട്രത്തിന്റെയും പരമാധികാരി, റോമിലെ മെത്രാൻ, പത്രോസിന്റെ പിൻഗാമി, വലിയ മുക്കുവൻ, ക്രിസ്തുവിന്റെ വികാരി, ശുശ്രൂഷകരുടെ ശുശ്രൂഷകൻ, പടിഞ്ഞാറിന്റെ പാത്രിയാർക്കീസ്, ഇങ്ങനെ അനേകം വിശേഷണങ്ങളുണ്ട് മാർപ്പാപ്പയ്ക്ക്. ഇതിൽ ഇപ്പോൾ അധികമായി പ്രചാരത്തിലില്ലാത്ത ഒരു വിശേഷണമാണ് പടിഞ്ഞാറിന്റെ പാത്രിയാർക്കീസ്. 3-ാം നൂറ്റാണ്ട് വരെ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരെയെല്ലാം വിശേഷിപ്പിച്ചിരുന്നത് പോപ്പ് എന്ന പൊതു ശീർഷകത്തിലായിരുന്നു. പക്ഷേ 6-ാം നൂറ്റാണ്ട് മുതൽ റോമിലെ ബിഷപ്പിനെ മാത്രം സൂചിപ്പിക്കുന്ന വാക്കായി അത് മാറി. റോം കേന്ദ്രമാക്കിയുള്ള കത്തോലിക്ക സഭയിലെ ഭരണസമ്പ്രദായം നിലവിൽ വന്നത് 12-13 നൂറ്റാണ്ടുകളോടെയാണ്. റോമിലെയും ഇറ്റലിയിലെയും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ മാർപ്പാപ്പയ്ക്ക് ഫ്രാൻസിലെ അവഞ്ഞോണിൽ പ്രവാസ ജീവിതം നയിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇതിനു പുറമെ റോമാ ചക്രവർത്തിമാരും ബൈസന്റൈൻ സാമ്രാജ്യവും തമ്മിലുള്ള നിരന്തരമായ സംഘർഷം മൂലവും വിറ്റേർബോ, ഓർവിറ്റോ, പെരുജിയ എന്നിവിടങ്ങളിലും മാർപ്പാപ്പമാർക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസാണ്. പത്രോസാകുന്ന പാറമേലാണ് കർത്താവിന്റെ സഭ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ മാർപ്പാപ്പയുടെ പിൻഗാമികളിലൂടെ ഈ അധികാരം കൈമാറി ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ എത്തി നിൽക്കുന്നു. മനുഷ്യനിർമ്മിതമായ ഒരു ഭരണസമ്പ്രദായമോ മനുഷ്യന്റെ പദ്ധതിയോ അല്ല മാർപ്പാപ്പ സ്ഥാനം. മറിച്ച് അത് ദൈവത്തിന്റെ മനസ്സിലുള്ള സ്വപ്ന സാക്ഷാത്കാരവും ദൈവമേൽപ്പിച്ച ദൗത്യവുമാണ്. ബൈബിളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും ഇതിന് അടിവരയിടുന്നു. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലും നാം വായിക്കുന്നു.
സവിശേഷമായ ദൗത്യവും അധികാരവും കർമ്മവും സ്ഥാനവുമാണ് ഇതിലൂടെ ക്രിസ്തു പത്രോസിന് നൽകിയിരിക്കുന്നതും പത്രോസിന്റെ തുടർച്ചയായ മാർപ്പാപ്പമാരിലൂടെ കൈമാറപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പസ്തോലന്മാർ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം തങ്ങളുടെ മരണശേഷവും തുടർന്നുകൊണ്ടു പോകേണ്ടതിന് തങ്ങൾ തുടങ്ങിയ ജോലി പൂർത്തിയാക്കാനും ഉറപ്പിക്കാനുമുള്ള കടമ ഒരു മരണശാസനത്താൽ എന്ന പോലെ തങ്ങളുടെ തൊട്ടടുത്ത സഹപ്രവർത്തകരെ ഭാരമേൽപ്പിക്കുകയും അജഗണത്തെ മുഴുവനും പരിപാലിക്കാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ അവരെ പരിശുദ്ധാത്മാവ് ഈ അജഗണത്തിൽ നിയോഗിച്ചിരുന്നു. അതനുസരിച്ച് അവർ അത്തരം ആളുകളെ നിയമിക്കുകയും അവരുടെ മരണശേഷം അവരുടെ ശുശ്രൂഷ യോഗ്യരായ വ്യക്തികൾ അതുപോലെ ഏറ്റെടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അപ്പസ്തോലന്മാരിൽ പ്രഥമനെന്ന നിലയിൽ പത്രോസിന് മാത്രം കർത്താവ് വ്യക്തിപരമായി നൽകിയതും അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് കൈമാറേണ്ടിയിരുന്നതുമായ ദൗത്യം സ്ഥിരമായ ഒന്നാണ്. അതുപോലെ തന്നെ സഭയെ മേയ്ക്കുവാൻ അപ്പസ്തോലന്മാർ സ്വീകരിച്ച ജോലിയും സ്ഥിരമാണ്. മെത്രാന്മാരുടെ വിശുദ്ധ പട്ടം വഴി ഇടമുറിയാതെ അനുഷ്ഠിക്കേണ്ട ഒരു ധർമ്മമാണിത്. അതുകൊണ്ട് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു: മെത്രാന്മാർ ദൈവനിയോഗത്താൽ തന്നെ സഭയുടെ അജപാലകന്മാരെന്ന നിലയിൽ അപ്പസ്തോലന്മാർക്ക് പകരം നിൽക്കുന്നു. അതുകൊണ്ട് അവരെ കേൾക്കുന്നവർ ക്രിസ്തുവിനെ കേൾക്കുന്നു, അവരെ നിരസിക്കുന്നവർ ക്രിസ്തുവിനെയും ക്രിസ്തുവിനെ അയച്ചവനെയും നിരസിക്കുന്നു. പാപ്പാസ്ഥാനം ദൈവദത്തമാണെന്നും അത് സഭയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ച ജോലിയാണെന്നും നമുക്കറിയാം. അതോടൊപ്പം പാപ്പായെ നാം എന്തുകൊണ്ട് അനുസരിക്കണമെന്നും ദൈവം നിയോഗിച്ച ശുശ്രൂഷയായതുകൊണ്ട് തന്നെ ദൈവഹിത പ്രകാരവും ദൈവേഷ്ട പ്രകാരവുമാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത്. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള സമ്മേളനം കോൺക്ലേവ് എന്നാണ് അറിയപ്പെടുന്നത്. കത്തോലിക്ക സഭയിലെ കർദിനാൾ സംഘമാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത്. 1274 പോപ്പ് ഗ്രിഗറി 10 പുറപ്പെടുവിച്ച ഉബി പെരുകുലം അനുസരിച്ച് 1276 ജനുവരിയിൽ നടന്നതാണ് ആദ്യത്തെ കോൺക്ലേവ്. അക്കാലത്ത് കർദിനാൾമാർക്ക് അഭിപ്രായ രൂപീകരണം ഒരുമിച്ചെടുക്കുന്നതിനും യോജിച്ചു പോകുന്നതിനും വേണ്ടി പ്രത്യേക മുറി പോലും ക്രമീകരിച്ചു കൊടുത്തിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞും കോൺക്ലേവ് നീളുകയാണെങ്കിൽ കർദിനാൾമാർക്ക് ദിവസം ഒരു നേരവും, 5 ദിവസം കഴിഞ്ഞ് നീളുകയാണെങ്കിൽ റൊട്ടിയും വെള്ളവുമായിരുന്നു ഭക്ഷണം. പക്ഷേ ഇന്ന് അത്തരം രീതികൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സാധാരണയായി പാപ്പയുടെ മരണത്തിന് 15 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കോൺക്ലേവ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് 20 ദിവസം വരെ നീണ്ടുപോകാറുമുണ്ട്. കർദിനാൾമാർക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വത്തിക്കാൻ വരെ എത്തിച്ചേരുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്തായിരുന്നു അത്. 14-ാം നൂറ്റാണ്ട് വരെ കോൺക്ലേവ് നടക്കുന്ന സ്ഥലം കൃത്യമായി നിശ്ചയിച്ചിരുന്നില്ല. 1846 മുതൽക്കാണ് സിസ്റ്റൈൻ ചാപ്പൽ കോൺക്ലേവ് നടക്കുന്ന സ്ഥലമായി നിശ്ചയിച്ചു തുടങ്ങിയത്. പേപ്പൽ വേക്കൻസി എന്നറിയപ്പെടുന്ന സെദേ വേക്കന്റ് അനുസരിച്ചാണ് കോൺക്ലേവ് വിളിച്ചുകൂട്ടുന്നത്. കർദിനാൾ സംഘത്തിന്റെ ഡീനാണ് സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത എല്ലാ കർദിനാൾമാരും കോൺക്ലേവിൽ പങ്കെടുക്കണമെന്നാണ് നിയമം. എന്നാൽ 80 വയസ്സ് കഴിഞ്ഞ കർദിനാൾമാർക്ക് മാത്രമേ അടുത്ത പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുണ്ടായിരിക്കുകയുള്ളൂ. 1970 മുതൽക്കാണ് ഇത്തരമൊരു നിയമം സഭയിൽ പ്രാബല്യത്തിൽ വന്നത്.
പോൾ ആറാമനാണ് വോട്ടവകാശമുള്ള പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. പാപ്പാ തെരഞ്ഞെടുപ്പിന് 1179 വരെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷം മതിയെന്നായിരുന്നു നിബന്ധന. എന്നാൽ 3-ാം ലാറ്ററൈൻ കൗൺസിൽ ഇതിന് ഭേദഗതി വരുത്തുകയും ഭൂരിപക്ഷം 3/2 എന്ന് തീരുമാനിക്കുകയുമുണ്ടായി. 3/2 എല്ലാ കാലത്തും വേണമെന്ന് ഈ തീരുമാനത്തിന് പിയൂസ് 12 മാർപ്പാപ്പ പിന്നീട് നിയമഭേദഗതി വരുത്തുകയും ചെയ്തു. കാമർലെങ്കോയുടെ മുൻപിൽ കർദിനാൾമാർ പാപ്പായെ തെരഞ്ഞെടുക്കാനുള്ള എല്ലാ നിയമങ്ങളും പാലിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് കോൺക്ലേവിനായി പ്രവേശിക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിന്റെ വാതിലുകൾ അടയുന്നതോടെ ലോകത്തിന്റെ മുഴുവൻ, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികളുടെ ശ്രദ്ധ സിസ്റ്റൈൻ ചാപ്പലിന്റെ പുകക്കുഴലിന് നേർക്കാവും. കാരണം അവിടെ നിന്നുയരുന്ന കറുത്ത പുക പാപ്പായെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നതിന്റെ സൂചനയും വെളുത്ത പുക പാപ്പായെ തെരഞ്ഞെടുത്തു എന്നതിന്റെ അടയാളവുമാണ്. ചിലപ്പോൾ ദിവസങ്ങളോളം കറുത്ത പുക ഉയർന്നതിന് ശേഷമായിരിക്കും വെളുത്ത പുക ഉയരുന്നത്. ബാലറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം അവ സിസ്റ്റൈൻ ചാപ്പലിലെ പ്രത്യേക സ്റ്റൗവിൽ ചില പ്രത്യേക രാസവസ്തുക്കൾ കൂട്ടിക്കലർത്തി കത്തിക്കുകയാണ് പതിവ്. ബാലറ്റുകൾ കത്തിക്കുമ്പോൾ ചേർക്കുന്ന രാസവസ്തുക്കളുടെ പ്രത്യേകത അനുസരിച്ചായിരിക്കും കറുത്ത പുകയും വെളുത്ത പുകയും ഉയരുന്നത്. പലപ്പോഴും കറുത്ത പുകയെയും വെളുത്ത പുകയെയും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് മുതൽ സിസ്റ്റൈൻ ചാപ്പലിലെ ദേവാലയ മണികളും ഇതിനോടനുബന്ധിച്ച് മുഴക്കാറുണ്ട്. ഇങ്ങനെ വെളുത്ത പുക ഉയരുകയും മണിനാദം മുഴങ്ങുകയും ചെയ്യുന്നതുവരെ ആഗോള കത്തോലിക്ക സഭ മുഴുവൻ തങ്ങളുടെ ഏറ്റവും അനുയോജ്യനായ പാപ്പായെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കും. ദേവാലയങ്ങളിൽ, കോൺവെന്റുകളിൽ, കൂട്ടായ്മകളിൽ, വ്യക്തിപരമായി ഓരോ മെഴുകുതിരിവട്ടങ്ങളുടെ മുൻപിൽ പ്രാർത്ഥനാപൂർവമുള്ള ഇത്തരം കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഒരു മാർപ്പാപ്പയെ ലഭിക്കുന്നത്. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ പദ്ധതികളെയും മാധ്യമങ്ങളുടെ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് ഇന്നേ വരെ എല്ലാ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുള്ളത്. മനുഷ്യൻ ബാഹ്യപ്രകൃതിക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ ദൈവം മനുഷ്യന്റെ ആന്തരിക നന്മയിലേക്ക് നോക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പാണ് ഒരാളെ മാർപ്പാപ്പ പദവിയിലെത്തിക്കുന്നത്. അതാവട്ടെ എല്ലായ്പ്പോഴും മനുഷ്യന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടേയിരിക്കും. ജസയുടെ പുത്രനായ ദാവീദിന്റെ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നമുക്ക് ഉദാഹരിക്കാവുന്ന ഏറ്റവും നല്ല ഉപമ. കരുത്തുറ്റവരെയും ബാഹ്യരൂപത്തിൽ ശ്രദ്ധാർഹരെന്ന് തോന്നിക്കുന്നവരെയുമാണ് ജസെ സാമുവലിന്റെ മുന്നിലേക്ക് നീക്കി നിർത്തിയത്. അവരുടെ സൗന്ദര്യവും കഴിവുകളും അടിസ്ഥാനമാക്കി ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ സാമുവൽ പോലും നിർബന്ധിതനായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ അനുയോജ്യനായി തോന്നിയത് ആട്ടിടയനായ ദാവീദായിരുന്നു. ഓരോ മാർപ്പാപ്പമാരും പൂർവകാലത്തിൽ ഓരോ ദാവീദുമാരായിരുന്നു. ഗോലിയാത്തിനെ നേരിടാൻ കവണയുമായി ഇറങ്ങിത്തിരിക്കുന്ന ആട്ടിടയൻ. പക്ഷേ ദൈവം അവരെ അഭിഷേകം ചെയ്തപ്പോൾ അവരുടെ ജീവിതം പഴയതുപോലല്ലാതായി. വലിയ മുക്കുവനായ മീനിന്റെ മണമുള്ള പത്രോസിന്റെ കാലം മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലം വരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. പരിശുദ്ധാത്മാ പ്രചോദിതരായി സഭയെ നയിക്കാൻ വോട്ടെടുപ്പിലൂടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന കർദിനാളിനോട് കർദിനാൾ തിരുസംഘത്തിന്റെ ഡീൻ 2 ചോദ്യങ്ങൾ ചോദിക്കും. ഈ തിരഞ്ഞെടുപ്പ് താങ്കൾ സ്വീകരിക്കുന്നുവോ? ഏതു പേരിലാണ് താങ്കൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നതോടെ പുതിയ പാപ്പാക്കാലം ആരംഭിക്കുകയായി. മാർപ്പാപ്പമാർ തിരഞ്ഞെടുക്കുന്ന പേരുകൾ അവരുടെ പേപ്പസിയുടെ ആന്തരിക അർത്ഥത്തെ കൂടി വെളിപ്പെടുത്തുന്നവയാണ്. കർദിനാൾ റാറ്റ്സിംഗർ
ബെനഡിക്റ്റ് 16 എന്ന പേര് സ്വീകരിച്ചതുവഴി മൗനത്തിലേക്കും ധ്യാനത്തിലേക്കും സഭയെ നയിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് വെളിവാക്കുകയായിരുന്നു. കർദിനാൾ ബെർഗോളിയോ സഭാചരിത്രത്തിൽ ആദ്യമായി അസീസിയിലെ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ചതുവഴി സഭ കൂടുതൽ ദരിദ്രമാകണമെന്ന തന്റെ ആശയം വ്യക്തമാക്കുകയായിരുന്നു. ഈ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് പാപ്പ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് തിരിച്ചെത്തുമ്പോൾ ചാമ്പർലൈൻ അദ്ദേഹത്തെ മുക്കുവന്റെ മോതിരം അണിയിക്കുകയും കർദിനാൾ അദ്ദേഹത്തോട് വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കർദിനാൾ ഡീൻ ലോകത്തോട് പുതിയ പാപ്പയെ തെരഞ്ഞെടുത്ത വിവരം അറിയിക്കുന്നു. ഹബേമൂസ് പാപ്പ, നമുക്കൊരു പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് കുരിശും മെഴുകുതിരികളുമായി കർദിനാൾമാരുടെ അകമ്പടിയോടെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലേക്ക് പുതിയ പാപ്പ കടന്നുവരുന്നു. മൂന്ന് തട്ടുകളുള്ള കിരീടവും നിവർന്ന കുരിശുമാണ് മാർപ്പാപ്പമാർ ഉപയോഗിക്കുന്നത്. മാർപ്പാപ്പയുടെ പാദം ചുംബിക്കുന്ന രീതി 8-ാം നൂറ്റാണ്ട് മുതൽ നിലവിലുണ്ടായിരുന്നുവെങ്കിലും ജോൺ 23 മാർപ്പാപ്പ ആ പതിവിന് അന്ത്യം കുറിച്ചു. കത്തോലിക്ക സഭയുടെ കാലം മുതൽ ഇന്നുവരെ എത്ര മാർപ്പാപ്പമാരുണ്ടായിരുന്നു? സ്വാഭാവികമായും അങ്ങനെയൊരു ചോദ്യം നമ്മുടെയെല്ലാം മനസ്സിൽ ഉണ്ടാവില്ലേ? മാർപ്പാപ്പമാരുടെ പട്ടിക ഔദ്യോഗികമായി നിലവിലില്ല എന്നതാണ് വാസ്തവം. പിന്നെ നമുക്ക് ആശ്രയിക്കാനുള്ളത് വത്തിക്കാൻ വർഷം തോറും പുറത്തിറക്കുന്ന അനുവാറിയോ പൊന്തിഫിഷ്യോ എന്ന പ്രസിദ്ധീകരണത്തിലുള്ള പട്ടികയാണ്. ഇതനുസരിച്ച് 2013 പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പ 266ാമത്തെ പാപ്പയാണ്. ഇതിൽ 83 മാർപ്പാപ്പമാരെ വിശുദ്ധരായി സഭ വണങ്ങുന്നുമുണ്ട്. ആദ്യകാലത്തെ 35 മാർപ്പാപ്പമാരിൽ 31 പേരും രക്തസാക്ഷിത്വം വരിച്ചവരായിരുന്നു. ഏറ്റവും പുതിയതായി വിശുദ്ധ പദവിയിലെത്തിയ മാർപ്പാപ്പയാണ് പോൾ 6. 2018 ഒക്ടോബർ 14 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പോൾ 6 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ജോൺ പോൾ 2 മാർപ്പാപ്പ, ജോൺ 23 മാർപ്പാപ്പ എന്നിവർ 2014 ഏപ്രിൽ 27 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. 13 മാർപ്പാപ്പമാർ വാഴ്ത്തപ്പെട്ട പദവിയിലാണ്. 2 പേർ ദൈവദാസ പദവിയിലും 2 പേർ ധന്യ പദവിയിലും. ഏറ്റവും കൂടുതൽ കാലം പാപ്പാസ്ഥാനം അലങ്കരിച്ചിരുന്നത് വാഴ്ത്തപ്പെട്ട പിയൂസ് 9 മാർപ്പാപ്പയാണ്. 32 വർഷമാണ് പിയൂസ് 9 പത്രോസിന്റെ സിംഹാസനത്തിലുണ്ടായിരുന്നത്. 2ാം സ്ഥാനം ജോൺ പോൾ 2 27 വർഷം. ഉർബൻ 7 പാപ്പയുടേതായിരുന്നു ഏറ്റവും ഹ്രസ്വമായ കാലം. വെറും 13 ദിവസം മാത്രമേ അദ്ദേഹത്തിന് മാർപ്പാപ്പ പദവി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചുരുങ്ങിയ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ലോകത്താദ്യമായി പുകയില നിരോധിച്ചത് അദ്ദേഹമായിരുന്നു. എത്ര വർഷം പത്രോസിന്റെ സിംഹാസനത്തിൽ ഉണ്ടായിരുന്നു എന്നതല്ല, എത്രത്തോളം നന്മകൾ സമൂഹത്തിനും സഭയ്ക്കും ഇവർ നൽകി എന്നതാണ് ഏറ്റവും പ്രസക്തം. അതുകൊണ്ട് തന്നെ ഏതാനും ചില മാർപ്പാപ്പമാരെ പ്രത്യേകമായി നമുക്ക് പരിചയപ്പെടാം. സഭയിൽ പരിശുദ്ധ ആത്മാഭിഷേകത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് പോലും ബോധ്യപ്പെടുത്തി കൊടുത്തത് ജോൺ 23 പാപ്പയുടെ കാലത്ത് തുടക്കം കുറിച്ച 2ാം വത്തിക്കാൻ കൗൺസിലായിരുന്നു. സഭ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും നാം കടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോൺ 23 2ാം വത്തിക്കാൻ കൗൺസിലിനോടുമാണ്. ഇന്ന് കേരള സഭയുൾപ്പെടെ ആഗോള കത്തോലിക്ക സഭയിൽ വ്യാപകമായിരിക്കുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനം അതിൻ്റെ മകുട ഉദാഹരണമാണ്. പരിശുദ്ധാത്മാവെ വരിക എന്ന് പറഞ്ഞ് വത്തിക്കാന്റെ വാതിലുകൾ ജോൺ 23 തുറന്നിട്ടപ്പോൾ സംഭവിച്ചത് സഭയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആഗമനം തന്നെയായിരുന്നു. പുതിയൊരു പന്തക്കുസ്തായ്മയ്ക്കാണ് അന്ന് തുടക്കം കുറിച്ചത്. 1962 ഡിസംബർ 8 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ 1ാം ഘട്ടം സമാപിച്ചത്. 1963 പോൾ 6 മാർപ്പാപ്പയുടെ കാലത്ത് 2ാം ഘട്ടം ആരംഭിക്കുകയും 1965 ഡിസംബർ 8 കൗൺസിൽ സമാപിക്കുകയും ചെയ്തു.
ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടാൽ സഭയുടെ നവീകരണത്തിന് ഏറ്റവും സഹായകരമെന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും സമകാലിക സംസ്കാരത്തിന്റെ വെളിച്ചത്തിൽ സുവിശേഷത്തിന്റെ പുനർവായന എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രൂപപ്പെട്ടത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ അനന്തരഫലമായിരുന്നു. ദേശാടകനായ മാർപ്പാപ്പയായിരുന്നു ജോൺ പോൾ. അതിനു മുൻപും ശേഷവും ഒരു മാർപ്പാപ്പയും സഞ്ചരിച്ചിട്ടില്ലാത്ത വിധം ലോകരാജ്യങ്ങളുടെ സന്ദർശനത്തിലൂടെ പ്രസ്തുത രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനും വത്തിക്കാനുമായി അവയെ അടുപ്പിക്കുവാനും ജോൺ പോൾ കാരണമായി തീർന്നു. കൂടാതെ ഏറ്റവും കൂടുതൽ വിശുദ്ധ പദപ്രഖ്യാപനങ്ങൾ നടത്തിയ പാപ്പയും അദ്ദേഹമായിരുന്നു. പുണ്യജീവിതം നയിച്ച വ്യക്തികളെ അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തിയത് വഴി ലോകത്തിന് അനുകരിക്കാവുന്ന അനേകം ജീവിതങ്ങളെ ഉയർത്തി പ്രതിഷ്ഠിക്കുക കൂടിയായിരുന്നു ജോൺ പോൾ ചെയ്തത്. കേരള ജനതയ്ക്ക് ഒരിക്കൽ പോലും വിസ്മരിക്കാൻ കഴിയാത്ത പാപ്പയാണ് ജോൺ പോൾ. കാരണം കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ പാപ്പ അദ്ദേഹമായിരുന്നു. അൽഫോൻസാമ്മയുടെയും ചാവറയച്ചന്റെയും വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനത്തോട് അനുബന്ധിച്ചായിരുന്നു ആ കേരള സന്ദർശനം. പോൾ ആറാമനാണ് ഭാരതം സന്ദർശിച്ച മറ്റൊരു പാപ്പ. മുംബൈയിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനായിരുന്നു പോൾ ആറാമൻ ഇവിടെ എത്തിച്ചേർന്നത്. സോവിയറ്റ് യൂണിയന്റെ വിഭജനത്തിനും കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്കും ജോൺ പോൾ വഹിച്ച പങ്ക് അവഗണിക്കാനാവില്ല. ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾമാർ മാത്രം മാർപ്പാപ്പമാരായിരുന്ന ഒരു കാലത്തിന് അന്ത്യം കുറിച്ചതും ജോൺ പോൾ രണ്ടാമനായിരുന്നു. പോളണ്ടുകാരനായ അദ്ദേഹത്തിന് ശേഷം ജർമ്മനിയിൽ നിന്നുള്ള ബെനഡിക്റ്റ് 16 മൂന്നാം ലോകരാജ്യത്ത് നിന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയും ആ തുടർച്ച ഏറ്റെടുക്കുകയും ചെയ്തു. വിശുദ്ധ 10 പിയൂസ് പോപ്പ് ഓഫ് പീസ്, മോഡേൺ പോപ്പ് എന്നെല്ലാം അറിയപ്പെടുകയും മറിയത്തിന്റെ സ്വർഗാരോഹണം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത പിയൂസ് 12 എന്നിവരെയും പരാമർശിക്കാതിരിക്കാനാവില്ല. മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലെ ഏറ്റവും പവർഫുള്ളായി പലരും വിശേഷിപ്പിക്കുന്നത് പോപ്പ് ഇന്നസെന്റ് 3 12ാം നൂറ്റാണ്ടിൽ സഭ അഭിമുഖീകരിച്ച എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിട്ട വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് ചില വായനകൾ രേഖപ്പെടുത്തുന്നു. പോപ്പ് ലിയോ 1 ഈ ഗണത്തിൽപ്പെടുത്താവുന്ന മറ്റൊരാൾ. മരണം വരെ തുടർന്നു പോരുന്നതാണ് പാപ്പാസ്ഥാനം എന്ന ധാരണയെ തിരുത്തിക്കൊണ്ടും ലോകത്തെ തന്നെ നടുക്കിക്കൊണ്ടുമായിരുന്നു 2013 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ രാജി സംഭവിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ ഒരു മാർപ്പാപ്പയുടെ ആദ്യ സ്ഥാനത്യാഗമായിരുന്നു ബെനഡിക്റ്റിൻ്റേത്. അതിനു മുൻപ് 1294 സെലസ്റ്റീൻ 5 1409 ഗ്രിഗറി 12 മാത്രമേ മാർപ്പാപ്പമാരുടെ ചരിത്രത്തിൽ രാജിവെച്ചവരായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. ഓരോ കാലത്തെയും മാർപ്പാപ്പമാർ സമകാലീന സംഭവങ്ങളോട് പൊതുവെയും വ്യക്തമായും പ്രതികരിക്കുന്നതിനും സഭാത്മകമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിനും തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ചാക്രിക ലേഖനങ്ങൾ. പൊതുവായിട്ടുള്ളത് വൃത്തത്തിലാക്കുന്നത് എന്നാണ് എൻസൈക്ലിക്കൽ എന്ന ലത്തീൻ വാക്കിന്റെ അർത്ഥം. പരിമിതമായ കാലത്തിന്റെ തരംഗ ദൈർഘ്യത്തിൽ ഒതുങ്ങിപ്പോകുന്നവയല്ല ഈ ചാക്രിക ലേഖനങ്ങൾ ഒന്നും തന്നെ. ലിയോ 13 റേരിൻ നൊവാരും പോൾ 6 ഹുമാനെ വീത്ത എന്നിവ പ്രശസ്തങ്ങളും കാലാതീതവുമായ ചാക്രിക ലേഖനങ്ങളാണ്. ജനന നിയന്ത്രണം, ഗർഭനിരോധനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പിയൂസ് 11 പോൾ 6 പുറപ്പെടുവിച്ച ചാക്രിക ലേഖനങ്ങളുടെ പ്രസക്തി മനുഷ്യവംശമുള്ളിടത്തോളം കാലം നിലനിൽക്കും. ലോകമെങ്ങും സ്വാധീനം ചെലുത്തിയ ചാക്രിക ലേഖനമായിരുന്നു ജോൺ 23 പാച്ചേം ഇൻ തെരീസ്. സഭയ്ക്കുള്ളിലെയും സഭയ്ക്ക് പുറത്തുള്ളവരെയും ഒന്നുപോലെ സംബോധന ചെയ്ത ആദ്യത്തെ ചാക്രിക ലേഖനം കൂടിയായിരുന്നു അത്. ഈ പ്രസക്തി തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് പ്രസ്തുത ചാക്രിക ലേഖനത്തെ പൂർണ്ണരൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായതും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോസി പാരിസ്ഥിതിക സൗന്ദര്യബോധം പ്രകടിപ്പിക്കുകയും പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതായിരുന്നു. 1.3 ബില്യൺ കത്തോലിക്കരുടെ ആത്മീയ നേതാവായ മാർപ്പാപ്പ വത്തിക്കാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയാണ്. ഇന്ന് ക്രൈസ്തവ ലോകത്തിന്റെ മാത്രമല്ല, ലോകത്തിലെ ഭരണ സംവിധാനങ്ങളുടെ തന്നെ ഏത് സുപ്രധാന തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഉന്നത പദവിയാണ് മാർപ്പാപ്പ എന്ന സ്ഥാനം.
AD 754 മുതൽ 1870 വരെ പാപ്പ സാർവത്രിക സഭാധ്യക്ഷൻ മാത്രമായിരുന്നില്ല, പരിപൂർണ രാഷ്ട്രാധികാരി കൂടിയായിരുന്നു. പേപ്പൽ സ്റ്റേറ്റ് എന്നും പത്രോസിന്റെ പത്രമേനി എന്നുമാണ് രാജ്യം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1929 മുതൽ വത്തിക്കാൻ എന്ന ചെറിയൊരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ തലവൻ മാത്രമായിരിക്കുകയാണ് മാർപ്പാപ്പ. 121 ഏക്കർ മാത്രമേ ഈ രാജ്യത്തിന് വിസ്തീർണമുള്ളൂ. 800 പേർ മാത്രം ജീവിക്കുന്ന വത്തിക്കാൻ ജനസംഖ്യയിലും വിസ്തീർണത്തിലും ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമാണ്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക, സിസ്റ്റൈൻ ചാപ്പൽ, വത്തിക്കാൻ മ്യൂസിയം എന്നിവയെല്ലാം വത്തിക്കാൻ നഗരത്തിന്റെ അലങ്കാരങ്ങളാണ്. മാർപ്പാപ്പയെന്നാൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണെങ്കിലും അദ്ദേഹം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായതുകൊണ്ട് മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ദുരിതങ്ങളും, വേദനകളും, പ്രയാസങ്ങളും അദ്ദേഹത്തെയും ബാധിക്കുന്നുണ്ട്. ഭരണാധികാരികൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും പരിഹാരമാർഗം നിർദ്ദേശിക്കാനും സമാധാന ശ്രമങ്ങൾക്കും ലോകം പ്രതീക്ഷയോടെ നോക്കുന്നത് മാർപ്പാപ്പമാരെയാണ്. ഓരോ കാലത്തെയും ഓരോ മാർപ്പാപ്പമാരും സാമൂഹികവും രാഷ്ട്രീയപരവുമായ മേഖലകളിൽ പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അടുത്തിടെ സൗത്ത് സുഡാനിലെ സംഘർഷാവസ്ഥകൾക്ക് പരിഹാരം കണ്ടെത്താനായി ഭരണപ്രതിപക്ഷ നേതാക്കളെ ഒരുമിച്ച് വിളിച്ചു ചേർത്തതും സമാധാന ശ്രമങ്ങൾക്കായി അവരുടെ കാൽപാദങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ചുംബിച്ചതും വാർത്തയായിരുന്നുവല്ലോ. എന്നാൽ പേപ്പസിയെ ദുർബലപ്പെടുത്താനും അതേക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനും നടത്തുന്ന സംഘടിതമായ ശ്രമങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ഉയരാറുണ്ട്. കാരണം ക്രിസ്തുവിന്റെ സഭയെ തകർക്കാൻ സാത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനായി ഇടയനെ അടിച്ച് ആടുകളെ ചിതറിക്കുക എന്ന തന്ത്രമാണ് അവൻ പയറ്റുക. അതുകൊണ്ട് തന്നെ പേപ്പസിക്കെതിരെ എല്ലാ കാലവും ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും. പേപ്പസിയിൽ ക്രിസ്തുവിന്റെ പ്രതിപുരുഷത്വമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. പാപ്പായെ നിരാകരിക്കുകയും പേപ്പസിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ അപകടത്തിനെതിരെ നാം ജാഗ്രത പുലർത്തുകയും അതിനെതിരെ പ്രാർത്ഥനയിൽ ഒന്നിക്കുകയും വേണം. പേപ്പസി സഭയുടെ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. മനുഷ്യ മനസാക്ഷിയുടെയും ധാർമ്മികതയുടെയും സനാതന മൂല്യങ്ങളുടെയും സ്വരമാണ് മാർപ്പാപ്പയുടേത്. അവിടെയിരിക്കുന്ന ആളുടെ പേരല്ല പ്രസക്തം, മറിച്ച് പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങളാണ്. ധാർമ്മികതയെ സ്നേഹിക്കുന്നവരും മൂല്യങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും പേപ്പസിയുടെ നിലനിൽപ്പിനു വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാറ്റിനുമുപരി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ, ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിക്കുന്നവർ ക്രിസ്തുവിനാൽ സ്ഥാപിതമായ പേപ്പസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം ഇത് സഭയുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി കർത്താവ് ഒരുക്കിയ സംവിധാനമാണ്. ഓരോരോ കാലയളവിൽ സഭയാകുന്ന നൗകയെ നയിക്കാൻ ദൈവം നിയോഗിക്കുന്നവരാണ് മാർപ്പാപ്പമാർ. മാർപ്പാപ്പമാർക്കു വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരുടെ പ്രബോധനങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ, അവരുടെ കാഴ്ചപ്പാടുകൾ വിശാലമാകാൻ, ജ്ഞാനവും തെളിച്ചവും അവരുടെ ഓരോ പ്രവൃത്തികളിലും ഉണ്ടാകാൻ, അബദ്ധ പ്രബോധനങ്ങൾ കൊണ്ട് സഭയെ അപകടത്തിലാക്കാതിരിക്കാൻ, മാർപ്പാപ്പമാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ലോകത്തിന്റെ കാഴ്ചപ്പാടിനെ തന്നെ സ്വാധീനിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മുമ്പത്തെക്കാളും മേറെ നാം ഉയർത്തേണ്ടിയിരിക്കുന്നു. നിലവിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വരാനിരിക്കുന്ന മാർപ്പാപ്പമാർക്കു വേണ്ടി പ്രാർത്ഥിക്കാം. സഭയെ നയിക്കാൻ പ്രവാചക ദൗത്യമുള്ള, അഭിഷേകമുള്ള മാർപ്പാപ്പമാർ ഉണ്ടാകട്ടെ.